Assalamualaikum, welcome to Fisno Food Tech. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യം തന്നെ ഇല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. റംസാനൊക്കെ വന്ന് അപ്പോൾ നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് എൻ്റെ റംസാൻ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ റംസാൻ വ്ലോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ളുഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലോട്ട് ഇറങ്ങി. കുറച്ച് പണികളൊക്കെ പെട്ടെന്ന് തീർത്താൽ പിന്നീട് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇറങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ദിവസമാകുമ്പോൾ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് തന്നെ ഷൊർബയാണ് ഉണ്ടാക്കുന്നത്. ഈ ഷൊർബന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ റംസാൻ വ്ലോഗിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു. കണ്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് ഫസ്റ്റിലായിട്ട് തന്നെ ഞാൻ കഴുകി ഉണക്കി എടുത്തതാണ്. നമുക്ക് ആവശ്യത്തിന് ഇത് വേവിച്ചെടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറിയ ജീരകവും പട്ടയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തു. പിന്നീട് ഇതിലേക്ക് ഞാൻ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മാഗി ക്യൂബ് ഇതിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ എത്ര നിങ്ങളുടെ കുക്കറിന് എത്ര വിസിൽ വരുന്ന ആ വിസിലിനനുസരിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഫ്ലെയിമൊക്കെ ഓണാക്കി കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒന്നോ രണ്ടോ വിസിൽ വരുന്നതിന് ശേഷം ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നീട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കിൻ്റെ ടിന്നും അതുപോലെ തന്നെ ഉപ്പിൻ്റെ ടിന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതാത് സ്ഥാനത്തേക്ക് അപ്പം തന്നെ എടുത്തു വെച്ചാൽ പെട്ടെന്ന് പണി തീർക്കാം. അങ്ങനെ ഷൊർബയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി നല്ലതുപോലെ ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ 2 നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ മസ്റ്റാണ്, കാരണം നോമ്പ് തുറക്കുമ്പോൾ ഇത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദിവസവും ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തക്കാളിയുടെയൊക്കെ പച്ചച്ചുവൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഞാൻ ഈ ഷൊർബ വറവിടുന്നത് വെളുത്തുള്ളിയിലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടിപ്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റംസാൻ ടിപ്സ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നേരത്തെ തന്നെ നന്നാക്കി എടുത്തു വെച്ചതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ പണി തീർന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ല നെയ്യിൽ ഈ ഷൊർബ ഒന്ന് വറവിടണം. അപ്പോൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇത് നെയ്യിലോട്ടിട്ട് നല്ലതുപോലെ ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഷൊർബയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, ഇതിലേക്ക് ബീഫോ ചിക്കനോ ഒക്കെ ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് ഈ ഷൊർബക്കുള്ളത്. തന്നെ ഞാൻ ഷൊർബ ഉണ്ടാക്കുന്നത് നമ്മൾ നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും ചൂടാറിയിട്ടുള്ള സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് പത്തിരിക്കുള്ള നല്ലൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ കുക്കറിലോട്ട് ഞാൻ ബീഫ് ചെറുതാക്കി കഷ്ണങ്ങളാക്കി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളകും പൊടി അങ്ങനെയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബീഫ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ദീമോള് നോമ്പൊക്കെ നോയിട്ട് ഭയങ്കര ക്ഷീണത്തിലാണ്. കണ്ടില്ലേ? ദിയോ നോമ്പ് ഫുള്ളാവുമോ? നോക്കിങ്ങനെ നോമ്പ് വെളുക്കുന്ന ഇഷ്ടമാണ്. ഭക്ഷണമൊന്നും കഴിക്കൊന്നും പാടില്ല. അപ്പം നോമ്പ് നോൽക്കുന്ന നല്ല ഇഷ്ടമൊക്കെ. ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ആയിട്ടോ. ബീഫ് കറി ആയതിനു ശേഷം അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലേക്ക് ഒന്ന് വറവിട്ടെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്നാക്സിനായിട്ട് സമൂസക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ട് ബീഫിന്റെ സമൂസയാണ്. അപ്പോൾ നേരത്തെ കറി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് വേവിച്ച് മാറ്റി വെച്ചതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ കാണിക്കാത്തത്, ഞാൻ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ആദ്യത്തെ വ്ളോഗൊക്കെ ചെയ്തപ്പോൾ ഞാൻ സമൂസന്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇതാ ക്ഷീണം പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദീമോള് അവളെ ഫ്രണ്ട്സായിട്ട് നല്ല കളിയിലാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുമ്പോൾ അവൾക്ക് നേരൊന്നും പോകുന്നതേ അറിയുന്നില്ല. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു, ഇന്ന് നല്ല വെയിലാണുള്ളത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് ഇറങ്ങി. അങ്ങനെ പത്തിരിക്കുള്ള വെള്ളമൊക്കെ വെച്ചു. അപ്പം ഞങ്ങൾ 2-3 ആൾക്കാരല്ലേ ഉള്ളൂ, കുറച്ച് പത്തിരിക്ക് മതിയല്ലോ. അങ്ങനെ പത്തിരിക്കുള്ള വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തു. പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ പത്തിരിക്ക് ചൂടുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് പത്തിരി ഒന്നും ഞാൻ പരത്താറില്ല. കാരണം ഇവിടെ ഫിസിൽക്കാർക്ക് അങ്ങനെയുണ്ട്, പത്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുള്ളൂ. ഇതാ പത്തിരിയൊക്കെ ചുട്ടെടുത്തു. ഇനി നമുക്കിത് മൂടി വെക്കാം. പിന്നീടുള്ള കുറച്ച് പത്തിരി ഉണ്ടല്ലോ, അത് ഞാൻ പരത്തി ഇതുപോലെ ഞാൻ പാത്രത്തിലിട്ട് മൂടി വെച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. പുലർച്ചക്ക് എല്ലാവർക്കും അത്താഴത്തിന് പത്തിരി മതി, അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ സമൂസൊക്കെ ഉള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് സമൂസയാണ് ഉണ്ടാക്കുന്നത്, ഷീറ്റ് വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ സമൂസയൊക്കെ തിളച്ച എണ്ണയിലോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അധികമായിട്ടൊന്നും ഇന്ന് സ്നാക്സ് ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ 2 ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം 1 ഐറ്റംസ് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സമൂസയൊക്കെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് ഫ്രൈ ചെയ്യാം. അങ്ങനെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തു. ഇനി മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് മാംഗോന്റെ ടാങ്കാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. അപ്പം ജ്യൂസ് ഐറ്റംസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലൊക്കെ ദിതുവോ അല്ലെങ്കിൽ ഫൈസൽക്കാക്കിയാണ്. അപ്പോൾ അങ്ങനെ അവനിവിടെ ഇങ്ങനെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജ്യൂസ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി തണയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വേഗം തന്നെ കിച്ചണിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുൻപൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ. ചായയും റെഡിയായി. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാം. അപ്പോൾ വത്തക്ക ഉണ്ട്, അതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് ടേബിളിലോട്ട് എടുത്ത് വെക്കണം. കുറച്ച് ടൈമുള്ളൂ നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ
നോമ്പ് തുറക്കുമ്പോൾ ഷുർബയും ജ്യൂസും സ്നാക്സും ആട്ടോ കഴിക്കാറുള്ളത്. ഈ വേണമെന്നുള്ളവർക്ക് പത്തിരിയും കറിയൊക്കെ കഴിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടേബിളിലേക്ക് എണ്ണ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ജ്യൂസും ഷുർബിയൊക്കെ കണ്ട് കഴിക്കുമ്പോഴേക്കും വയറ് നല്ലതുപോലെ നിറയും. എന്നാലും ഞാൻ ജ്യൂസ് സ്വന്തമായിട്ടല്ല എടുത്തു വെക്കുന്നത്. പത്തിരിയും കറിയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു വെച്ചു. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്തോടു കൂടി തന്നെ നോമ്പൊക്കെ തുറന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റായിട്ടുള്ള റംദാനിലെ ആദ്യത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.